Hi everybody, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Pulman. Let's watch. Let's watch it. അളിയ ഞാൻ അജേഷ സ്റ്റെഫിയുടെ കസിൻ. മറ്റേ പിള്ളേരുടെ കേസൊക്കെ സോൾവ് ആയോ? അതൊക്കെ എന്തുവായിരിക്കും. 1-2 കുപ്പി മിൽക്ക് കിട്ടിയിട്ടുണ്ട്. നാളെ രാത്രി ഞങ്ങൾ അതുമായിട്ട് അങ്ങോട്ട് വന്നാലോ എന്നാലേക്ക്. അളിയന്റെ പണിയൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം, നമുക്കൊക്കെ ഒന്ന് പോവുകയും ചെയ്യാം. ശരി അളിയ. എന്താണോ നിന്റെ ഉദ്ദേശം? കൂച്ചാണോ ഇവിടെ നിന്ന് കൂച്ചാ പോലെ കെട്ടിടത്തോട്ട് അങ്ങോട്ട് പോകണത്തില്ല. ആംബിയൻസ് പിന്നെ നിന്റെ തന്ത കൊണ്ടു തരുവാണ്. Now I want to see how he's gonna take that jewelry. അളിയ എന്തുവാടേ ഒരു പഞ്ചായത്ത് ഉണ്ടല്ലോ. അത് നമ്മുടെ ഫ്രണ്ട്സാ, കല്യാണത്തിന് ഹെൽപ്പ് ചെയ്ത ആൾക്കാരാ. നിങ്ങൾ ചെല്ലേ, ഞാൻ വന്നോ. ആ ശരി, നമ്മുടെ അവിടെ ചെല്ലേ. കൊള്ളാല്ലേ? Wow! Nice place, yeah. I want to stay there. ചുമ്മാ കിടന്ന് തിളക്കണല്ലേ. ഇത്തിരി തീ കിട്ടിയിരുന്ന കുറച്ചെടുത്ത് വറക്കാറില്ലല്ലേ. എന്റെ കുക്കിരി എടുത്ത് വറക്കത്തേ ഉള്ളൂ. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പോലെ വളർത്തുന്ന ഒന്ന് പോടാ. ഒന്ന് പോവാൻ അറിയിച്ചാ ഏക്കറുണ്ടെങ്കിൽ കിടക്കല്ലേ, 2 എടുത്ത് വറക്കാൻ മനുഷ്യരില്ല. അറിയൂടാ, ആദ്യം ദൈവം അറിയും, പിന്നെ ഓരാളി അറിയും. പണി പോകുമ്പോ ഞാനോട് ഈ കിട്ടി തടിച്ചിട്ട് പോടാ. എന്തോന്ന് കൂടിയാണത്? നിന്റെ അടുത്താ പറഞ്ഞ, നിന്റെ അടുത്തൂടാ. നീ പറയാറ് ഒരു കുഴപ്പമില്ല. ഒന്ന് കാലടോ, നാക്കൊന്ന് വഴി. പക്ഷെ കഴുത്തിന്റെ മേലെ അരിയിട്ട് വിറ്റാകത്തില്ല, ഒന്നും നടക്കത്തു. നീ പറഞ്ഞ നേരെ കുറച്ച് എമ്മീൻ കിട്ടിയത് വറക്കായിരുന്നു. അളിയന്റെ മുതലാളിയും ദൈവമൊക്കെ പറയും കാണും. ഇവനൊന്ന് സൂക്ഷിച്ചോ, ഇവനെന്തോ പ്രശ്നമുണ്ട്. പോടാവനെ. Why is doing like this? വെള്ളത്തിന്റെ പുറത്താണ് അവൻ വേറെന്തൊക്കെയോ മാനസിക പ്രശ്നത്തിലാണ്, അല്ലാതെ അളിയനെ ഉദ്ദേശിച്ചല്ല. അതുകൊണ്ട് മനസ്സിൽ വെച്ചേക്കില്ലേ, വിട്ടുകളയണം. അങ്ങനെ വിടുന്നില്ല. അവൻ എത്ര കുടിച്ചാലും അവന്റെ കഴുത്തിന് മേളിൽ ബോധം കാണുന്നല്ലോ പറഞ്ഞു. അപ്പൊ അവൻ അറിയാം എന്തിനാ എന്റെ കുത്തിന് പിടിച്ചത്. ബോധമില്ലാതെ അവനെന്തോ പറഞ്ഞ ബോധമില്ലെങ്കിൽ അത് പറയണം. വെള്ളപ്പുറത്തായിരുന്നു മരിയോ, നിന്നുദ്ദേശിച്ചാൽ എന്നെ വിട്ടേരെന്ന്. നാളെ വെളുപ്പിന് 3 മണിക്ക് കുഴിയന്തോടെ ചായക്കടയിൽ അവൻ വരണം. അതല്ല വേറൊരു ഉദ്ദേശം എന്റെ മനസ്സിലുണ്ടേല്. ആണാണെങ്കിൽ അവൻ പറയട്ടെ. വെളുപ്പം കാലം 3 മണി എന്നൊക്കെ പറഞ്ഞപ്പോ അവൻ അവന്റെ സൗകര്യത്തിനല്ല എന്നെ കുത്തിന് പിടിച്ചത്. അപ്പൊ അവൻ വരണം എന്റെ സൗകര്യത്തിന്. വെളുപ്പിന് 3 മണി, അതെന്റെ സൗകര്യം. വാളാടെ വാള വാള് വാള് കഴിയൂലേ. പൂക്കളം ഇന്നലത്തെ കാര്യം പോലെ ഓർമ്മ ഉണ്ടോടെ? അവര് മരിച്ചിട്ടില്ലായിരുന്നു. ഓ, ആ ഞാൻ പിടിച്ചു മാറ്റിയെന്ന് കാണായിരുന്നു.
മരുവ ഡേഞ്ചറാ. നീ പറഞ്ഞാൽ മതി കല്ലിന്റെ പുറത്ത് പറ്റിപ്പോയാണ്. അത് ക്ഷമിച്ചോളൂ. ക്ഷമിക്കാന് ഞാന് നിന്റെ പുള്ളിന്റെ അടുത്ത് ഞാൻ ഇതിനാണോ ക്ഷമിക്കുന്നത്? അജേഷ് കുത്തിനെ വിളിച്ചു പറഞ്ഞെങ്കിൽ അതിനൊരു കാരണമുണ്ട്. എന്റെ പ്ലാൻ എനിക്ക് അപ്പൊ തന്നെ റിസൾട്ട് കിട്ടി. നമ്മൾ കണ്ടതാണ് അവന്റെ സ്വഭാവം. അതാ പിള്ളേരെ അയാളെ ജമീൻ കെട്ടി കയറിട്ടല്ലേ, അല്ലാതെ അയാൾ ആരുടെ തോളെ കയറിയില്ല. എന്തെങ്കിലും 10 അടി തലയിലെ പെരുപ്പ് പറഞ്ഞു. അവൻ ആരാന്നാ പറഞ്ഞേ? നിന്റെ ഏത് വകയിലെ കസിനാന്നാ? എന്താ അവന്റെ പേര്? എന്തോ അവന്റെ ഉദ്ദേശം? നിനക്ക് എഴുത്തും വായനയൊക്കെ അറിയാന്നല്ലോ പറഞ്ഞേ. നിന്റെ മൊബൈലും എടുത്തോ? അവന്റെ പേര് അജേഷ്. ആ അജേഷ്. അവന് നീ ആയിട്ടുള്ള കറക്റ്റ് ബന്ധം പേപ്പറിൽ എഴുതിക്കത്താ. എന്റെ രണ്ടാമത്തെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ സഹോദരിയുടെ. ഇനി നിന്റെ മമ്മയെ ഊതിത്താ. മോളെ, ആമമ്മ മര്യാദയാ. സുഖമാണോ? സുഖം മോനെ. അവക്കെങ്ങനെ? ആ സുഖവാ. ഞാൻ വിളിച്ചതേ സ്റ്റെഫിയുടെ കസിനില്ലേ അജേഷ്, അവനായിട്ടുള്ള ബന്ധം എന്തുവാന്ന് പറഞ്ഞേ? അതവക്കറിയാലോ. ഇത് ഭയങ്കര നമ്പറായി പോലും. നിന്റെ ആങ്ങളെ വിളിച്ചു ചോദിക്കാം, കാര്യം അറിയണ്ടേ? നിങ്ങൾക്ക് എന്തോ അറിയണ്ടേ? അവനെന്തിനാ ഇവിടെ കിടന്ന് ഇറങ്ങുന്നത്? അവനെന്തോടെ എന്നോട് ഇത്ര വൈകായി? നിങ്ങളുടെ അടുത്ത് എന്തുവാന്ന് പറഞ്ഞത്? പക്ഷെ ഞങ്ങളുടെ അടുത്തുണ്ട്. ഞങ്ങളവന് കുറച്ച് സ്വർണം കൊടുക്കുന്നുണ്ട്. ഏത് സ്വർണം? നീ ഇട്ടുകൊണ്ടുവന്ന സ്വർണത്തിന്റെ കാര്യം ഒന്ന് പറയല്ലേ? അവന് ജ്വല്ലറിയുടെ ആളാ. പിരിവ് വിചാരിച്ച പോലെ വന്നില്ല. കണക്കഴിച്ച് ബാക്കിയുള്ളത് അവന് ഊരി കൊടുക്കേണ്ടതായിരുന്നു. 12 പവനുണ്ടെന്ന് അവൻ പറയുന്നു. 12 പവനോ? നാട്ടിൽ കിട്ടിയ പോലും നമ്മളെ തന്നെ ഇല്ലേ? വാ ഇങ്ങോട്ട്. പല പറ്റിപ്പ് കണ്ടിട്ടുണ്ട്. ഇതുപോലൊരു പറ്റിപ്പ്. ചേച്ചി എന്താണ്? വാ ഇങ്ങോട്ട്. चलो एटलीस्ट बता दिया. नहीं ना, but it backfired. हाँ, it backfired. പോണോ? ആ പോണം. സമാധാനമായിട്ട് പോയിട്ട് കാര്യങ്ങൾ പറയാം. നമുക്ക് വരാം. ആ അത്രേ ഉള്ളൂ. ഞാൻ തൽക്കാലം ഈ ലോഡ്ജ് വിട്ടാലോ എന്ന് ആലോചിക്കാം. അപ്പൊ ഇതിനെന്ത് ചെയ്യും? അതൊരു ചുറ്റിക്കൂട്ടി നീ തന്നെ കൊണ്ടുപോകണം. ഞാൻ ആ പാർവതി അമ്മക്കിലെ അവര് സൗകര്യം ഉണ്ടേ മതി. എനിക്ക് വേറെ ആണുങ്ങൾ ഇരിപ്പുണ്ട്. വേണേ ചെന്ന് കാണാൻ പറഞ്ഞു. എന്തേലും ചെയ്യട്ടെ.
അളിയൻ വരാൻ പറഞ്ഞു. പറയട്ടെ. Okay. ഞാൻ പിടിച്ചപ്പോഴേ അളിയന്റെ ഷർട്ട് കയറിയത്. പുതിയ ഒരെണ്ണം വാങ്ങിച്ചു. വലിയ വിലയുള്ളതൊന്നുമില്ല. എന്റെ കുത്തിരി പിടിച്ചൊരു സമാധാനം പറയണം. സമാധാനം? നീയൊക്കെ എന്റെ അടുത്താണോ സമാധാനം പറയേണ്ടത്? അറിയോ? സമാധാനം പണയിക്കാൻ വന്നിരിക്കുന്നു. പറയടാ, എന്തിനെന്റെ കുത്തിരി പിടിച്ചത്? എനിക്ക് അന്നേരം അങ്ങനെ തോന്നി. കയ്യില് ഇനിയിപ്പോ നീ എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിക്കുന്നില്ല. മര്യാദ നീ ഇതില് കക്ഷിയല്ല, നമ്മള് ശത്രുക്കളും അല്ല. പക്ഷെ നിന്റെ പൊണ്ടാട്ടി കക്ഷിയാണ്. നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ? മര്യാദ ഞാൻ ഫിനാൻഷ്യൽസിന്റെ മുമ്പിൽ കള്ളനാണിപ്പോ. ജോലിക്ക് പോയിട്ട് കുറച്ച് ദിവസമായി. നീ വിചാരിച്ച എന്റെ ഈ പ്രശ്നമൊക്കെ തീരും. നിനക്ക് അതിൽ ഇടപെടാൻ പറ്റുമോ? He's not gonna give the book. I think so. നീയല്ലേ പറഞ്ഞ ഞാനിത് കക്ഷിയല്ല. മര്യാദ ഞാൻ നിനക്ക് യാചിക്കാം. ഇളയതിന്റെ കെട്ട് നടത്തണം, മൂത്തതിന്റെ ബാക്കി കൊടുക്കാൻ കിടക്കും. എനിക്കുണ്ട് കല്യാണം നടത്തേണ്ട ബാക്കിയിൽ കുറെ കടം. എല്ലാം ഇത് വെച്ച് തീർക്കേണ്ടത്. അതെടുത്ത് നിനക്കെന്ന് ഞാനെന്തോ ചെയ്യും? അതുകൊണ്ട് നടക്കത്തില്ല. നീ സ്ഥലം വിടാൻ നോക്ക്. ഞാൻ എങ്ങോട്ട് സ്ഥലം വിടാനാണ്? എന്റെ പൊന്നെ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ ഇപ്പോഴൊക്കെ തന്നെ കാണും. മനസ്സിലാവില്ലെന്ന് വെച്ചാ ഇവിടെ ഒരു ബെസ്റ്റ് വഴി ഞാൻ പറയാം. നീ ഇതുപോലെ കടപ്പുറത്ത് പോയി തമ്പടിക്കും. അവിടെ തള്ള എവിടെ നിന്ന് ഒപ്പിച്ചിരും. അതൊന്നും നടക്കത്തില്ല മര്യാദ. എല്ലാ വഴി അടഞ്ഞിട്ടാ ഞാൻ നിന്റെ മുമ്പിൽ വന്നത്. പറഞ്ഞില്ലേ, അതെനിക്ക് സ്ത്രീധനം കിട്ടിയ മുതലാ. അല്ല മര്യാദ, അത് നിന്റെ ഭാര്യയും കൂട്ടരും കട്ടോണ്ട് വന്ന മുതല. അതിൽ പങ്കേറുന്ന നീയും കള്ളൻ, പെരും കള്ളൻ. നീ ഒരു വലിയ കൊണച്ചവള പറയുന്നത് അധ്വാനിച്ചിരിക്കുന്നുണ്ടാ. ഓ, നീ അങ്ങനെ പ്രതീക്ഷിക്കണ്ട. നീ പോവാൻ നോക്ക്. നീ മര്യാദ, നീ അധ്വാനിച്ച് ജീവിക്കുന്നവനാന്നല്ലോ പറഞ്ഞു. അധ്വാനിക്കുന്നവൻ എന്തിനാടാ സ്ത്രീധനം? അവൻ അധ്വാനിച്ച് കുടുംബം പോറ്റി. അല്ലാതെ പൊണ്ടാട്ടി കട്ടോണ്ട് വരുന്ന ഒരുപടി വെച്ച് കുടുംബകാര്യം നോക്കുന്നവൻ പണിയൊക്കെ തന്നെ. പക്ഷെ പറയാതെ വയ്യ, കൊല്ലത്തൊരു പറച്ചിലുണ്ട്, കണ്ടവന്റെ കൊത്തിലെ തീട്ട കണ്ട് പട്ടിയെ വളർത്തരുത്. നിന്നെ പോലുള്ള ആളുകളെ ദശാണ്. It will be very difficult. നെഞ്ചിൽ പണ്ടേ നോവായി വിണ്ടത് തുന്നിക്കൊണ്ടേ ഈ കണ്ണിൽ മുത്തി നീരു പതുക്കനെ ഒപ്പിക്കൊണ്ടേ ആരോ പല്ലിക്കാലടിയാലെ പമ്മിയകത്തണയെ കാല
കുത്തിയ നെഞ്ചിൽ പണ്ടേ നോവായി വിണ്ടത് തുന്നിക്കൊണ്ടേ ഈ കണ്ണിൽ മുത്തി നീരു പതുക്കനെ ഒപ്പിക്കൊണ്ടേ ആരോ പല്ലിക്കാലടിയായി നമ്മിയകത്തണേ ഞാൻ സ്റ്റെപ്പിയെ കൊണ്ടുപോകുന്ന അമ്മയ്ക്ക് തീരെ സുഖം. നിന്റെ കടപ്പുറത്ത് കുറെ പെണ്ണുങ്ങളൊന്നും ഇടാ കൂട്ടിരിക്കാൻ. അവരുടെ സ്വന്തം മോളെ കാണാനാ വിളിക്കുന്നത്. ഇവിടെ തള്ളയാവും. എനിക്ക് പോകും. ഓ ഇത്രയും പോയിട്ട് നീ വീട്ടിൽ പോകണം. നേരവും ചൊല്ലി തുടരാനതീതം മനസ്സാകെ എന്തോ പറ്റി എന്നെ ചൂടിലേതോ കത്തി കുട്ടികൾ മോഹം കൊത്തുന്നു അജേഷിന്റെ അമ്മയില്ലേ? മക്കളെ അജേഷ് അവൻ കഴിഞ്ഞ ആഴ്ച കല്യാണത്തിന് പോയതാ. 2 ദിവസമായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി ഒരു കല്യാണത്തിന്റെ കാര്യത്തിന് എന്തെങ്കിലും ആണോ? കല്യാണത്തിന് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അജേഷിന്റെ പെങ്ങളാ. man, their life is also hard, yeah. ഒന്ന് ഫോൺ ചെയ്യാൻ പറയണേ മക്കളെ. ആകെയുള്ള 3 സെന്റ് വീട് പണം വെച്ചുള്ള കളിയാണ്. But they are working, right? ഇത് തന്നെയല്ലേ കുഴിയത്തോട് ചായക്കട? ഇത് തന്നെ. ബോട്ടി കിട്ടിയോ? അപ്പുറത്ത് ആ സൈഡോ? ചേച്ചി പോട്ടെ. Hurry up, hurry up. പിന്നെ പേടിക്കാനില്ല. ഇത് ധൈര്യമായിട്ട് പോകും. നേരെ പടിഞ്ഞാറോട്ട് തന്നാ മതി.
Where is Ajesh? Yeah, I'm worried about him. They are also not able to find him. Is he alive or like I what? like his acting. Hi, very amazing work. It's like, you know, But now they are feeling guilty now they after are seeing his condition, his family's condition. They are working the so hard. mother and The sisters, sister, everyone yeah. is working, and even he's actually working hard and everything. But she's told the God and she's trying to go. I hope she does not get into a problem. She will be, because if that husband would got to know about all this thing now. First I thought that husband ne dekha, then there was the Other that guy, other guy. yes. But Okay, let's see what's gonna happen next. so meanwhile guys, do like, subscribe, Share, comment, click on the bell icon.